ഇപ്പോൾ ഈ അടുത്ത 2-3 ദിവസങ്ങളിലായിട്ട് സോഷ്യൽ മീഡിയ തുറന്നാൽ കോൺഗ്രസിനെ ട്രോളുന്നത് വലിയ രീതിയിൽ കൂടിയിരിക്കുകയാണ്. അതായത് ആരും പ്രതീക്ഷിക്കാത്ത അത്രയുള്ള ഒരു ഐക്യവും ഒരു മുന്നേറ്റവും കോൺഗ്രസ് നടത്തി കഴിഞ്ഞു. എന്തിലാണ്? ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കായിട്ടുള്ള ഒരുക്കങ്ങൾ മറ്റാരെക്കാളും വേഗത്തിൽ കോൺഗ്രസ് നടത്തി കഴിഞ്ഞു. വളരെ പ്രധാനപ്പെട്ട രീതിയിലുള്ള തീരുമാനങ്ങൾ തന്നെയാണ് കോൺഗ്രസ് എടുത്തത്. അത് കോൺഗ്രസ് അണികളിൽ തന്നെ വലിയ രീതിയിലുള്ള ആവേശം ഉണ്ട് എന്ന് ഏവർക്കും ബോധ്യപ്പെട്ടതുമാണ്. ഈ പറയും പോലെ മാങ്ങയുള്ള മാവിലെ കല്ലെറിയൂ എന്ന് പറഞ്ഞ ഒരു അവസ്ഥയാണ്. പലരും ട്രോൾ ഇറക്കുന്നത് ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചടക്കാമെന്ന് വൃഥാ സ്വപ്നം കണ്ട് കോൺഗ്രസ് ഇരിക്കുകയാണ് എന്ന രീതിയിലൊക്കെയാണ് പറയുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ BJP-യെയും CPM-നെയും എല്ലാം ഈ കോൺഗ്രസിന്റെ ഈ ഒരു മുന്നേറ്റം നല്ല രീതിയിൽ തന്നെ പിടിച്ചുലച്ചിട്ടുണ്ടെന്ന് തന്നെ നമുക്ക് കരുതാവുന്നതാണ്, ഉറപ്പിക്കാവുന്നതാണ്. അതായത് CPM ഇപ്പോൾ 3 ഏരിയ സെക്രട്ടറിമാരെയൊക്കെ സജസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന് കേൾക്കുന്നു. അപ്പോൾ എല്ലാവരും ഈ കോൺഗ്രസിനെ ഭയന്നു തുടങ്ങി എന്ന് തന്നെയല്ലേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അല്ല, കോൺഗ്രസ് കഴിഞ്ഞ ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ അവരുടെ മുന്നൊരുക്കം നോക്കുമ്പോൾ ഒരു പുതിയ കോൺഗ്രസ് എന്ന് നമുക്ക് പറയാം. റിനോവേറ്റ് ചെയ്യപ്പെട്ട ഒരു കോൺഗ്രസിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമുക്ക് സുപരിചിതമല്ലാത്ത ഒരു കോൺഗ്രസിനെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് വാസ്തവം. അതാണ് നമുക്ക് ഒറ്റ വാക്കിൽ പറയാൻ കഴിയുന്നത്. അത് എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ അതിന് പെട്ടെന്ന് നമുക്ക് ഉത്തരം പറയാൻ കഴിയത്തില്ല. കഴിഞ്ഞ 10 വർഷമായിട്ടുള്ള തങ്ങളുടെ അനുഭവത്തിൽ നിന്നുമുള്ള പാഠങ്ങളിൽ പഠിച്ച് അതിൽ നിന്നും തെറ്റുകൾ ഉൾക്കൊണ്ടുകൊണ്ട് നടത്തി അവർ സ്വയം നവീകരിക്കപ്പെട്ടതാണെന്ന് നമുക്ക് വിലയിരുത്തേണ്ടി വരും. പ്രതിപക്ഷ നേതാവായിട്ട് VD സതീശൻ 2021 വരുന്നു. അതിനുശേഷം വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ KPCC-യിൽ പുതിയ അധ്യക്ഷൻ KPCC-ക്ക് വരുന്നു. പിന്നീട് KPCC പുനഃസംഘടന 59 ജനറൽ സെക്രട്ടറിമാർ വരുന്നു, 13 വൈസ് പ്രസിഡന്റുമാർ വരുന്നു, 3 വർക്കിംഗ് പ്രസിഡന്റുമാർ നേരത്തെ തന്നെയുണ്ട്. ഇനിയിപ്പോൾ KPCC സെക്രട്ടറിമാരുടെ പട്ടിക വരാനുണ്ട്. അപ്പോഴേ ഇതിനെയൊക്കെ തന്നെ ഒരു ജംബോ കമ്മിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് പലരും പരിഹസിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ അത് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയൊരു വിശാലമായ പാർട്ടിയാണ് കോൺഗ്രസ്. അത്തരത്തിൽ സ്ഥാനമാനങ്ങൾ പലർക്കും നൽകേണ്ട ഒരു സാഹചര്യം കോൺഗ്രസിനുള്ളിലുണ്ട്. കാരണം പ്രവർത്തിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അവരെയൊക്കെ തന്നെ അക്കോമഡേറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ടല്ലോ. എല്ലാവർക്കും ഈ പറയുന്ന പോലെ പാർലമെന്ററി ജനാധിപത്യത്തിലേക്ക് വരാൻ പറ്റത്തില്ല, എല്ലാവർക്കും സീറ്റ് കൊടുക്കാൻ പറ്റത്തില്ല. സംസ്ഥാനത്ത് 140 നിയമസഭാ മണ്ഡലങ്ങളേ ഉള്ളൂ, 20 ലോക്സഭാ മണ്ഡലങ്ങളേ ഉള്ളൂ. തദ്ദേശ തെരഞ്ഞെടുപ്പ് കൊടുക്കാൻ പറ്റുന്ന സ്ഥാനമാനങ്ങൾ പാർട്ടി കൊടുക്കുക പാർട്ടിയുടെ ആഭ്യന്തര കാര്യമാണ്. അതിനെ മറ്റൊരു പാർട്ടികൾ കളിയാക്കിയിട്ടൊന്നുമില്ല. അവർ എങ്ങനെയാണത് ഫംഗ്ഷൻ ചെയ്യുന്നത് അവർ സ്വയം പരിശോധിക്കുകയാണ് വേണ്ടത്. എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് ആ ജംബോ കമ്മിറ്റി എന്ന് പറയുന്നത് വളരെ വലിയൊരു എന്താ പറയുക ഭാഗ്യമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ഈ പറയുന്ന 59-60 ജനറൽ സെക്രട്ടറിമാരെന്ന് പറയുന്നത് അവർക്ക് ഒരാൾക്ക് 1-2 മണ്ഡലങ്ങളുടെ ഒരു ചുമതല വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ 140 മണ്ഡലങ്ങളുടെ ചുമതലയാകും. അത്തരത്തിലുള്ള നീക്കങ്ങളൊക്കെ തന്നെ നടത്താൻ കോൺഗ്രസിന് ഈ പറയുന്ന ജംബോ കമ്മിറ്റിയെ കൊണ്ട് സാധിക്കുന്നുണ്ട്. കോൺഗ്രസ് നമുക്ക് ഇപ്പോൾ കോൺഗ്രസിൽ സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി എന്ന് പറയുന്നത് ദീപാദാസ് മുൻഷിയാണ്. മുൻ കേന്ദ്രമന്ത്രിയൊക്കെ ആയിരുന്ന പ്രിയരഞ്ജൻ ദാസ് മുൻഷിയുടെ ഭാര്യയാണ്. അവർ മുൻ MP ഒക്കെ ആയിരുന്നു. അവര് കേരളത്തിന്റെ ചുമതല ഏറ്റെടുത്ത ശേഷം മുൻകാലങ്ങളിലൊന്നും ഇല്ലാത്ത തരത്തിൽ മുൻകാലങ്ങളിലെ ജനറൽ സെക്രട്ടറിമാർ കേരളത്തിന്റെ ചുമതലയുള്ള ഒരു ജനറൽ സെക്രട്ടറിയും ചെയ്യാത്ത തരത്തിൽ കേരളത്തിൽ താമസിച്ചുകൊണ്ട് അവർ വർക്ക് ചെയ്യുകയാണ്. വെറുതെ ചുമതല നോക്കിക്കൊണ്ട് ഞാൻ ഡൽഹിയിൽ ഇരുന്ന് ചുമതല നോക്കാം എന്നുള്ള നിലയിലല്ല. അത് AICC ഉൾപ്പെടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് കേട്ടോ. കേരളത്തിന് കൂടുതൽ ഒരു പ്രാധാന്യം അവർ തവണ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന ദീപാദാസ് മുൻഷി തിരുവനന്തപുരത്ത് ഒരു വസതി എടുത്ത് അവരവിടെ താമസിച്ചുകൊണ്ട് അവർ സ്ഥിര താമസമാക്കിയിരിക്കുകയാണ് അവിടെ. അവിടെ വർക്ക് ചെയ്ത് അവിടെ താമസിച്ചുകൊണ്ട് ഇവിടുത്തെ കാര്യങ്ങൾ വിലയിരുത്തുകയാണ്, അതിന് നേതൃത്വം കൊടുക്കുകയാണ് അവർ ചെയ്യുന്നത്. അതിനനുസരിച്ച് ഫീഡ്ബാക്കുകൾ അവർ AICC-ക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ് അത് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതിന്റെ ഒരു മാറ്റം കോൺഗ്രസിൽ പ്രകടമാകുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്നത് പോലെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ നേരത്തെ തന്നെ തുടങ്ങുകയും ഓരോ കോർപ്പറേഷനുകളും തിരിച്ച് ഓരോരുത്തർക്ക് അതിന്റെ ചുമതല കൊടുക്കുന്നു. അതേപോലെ തന്നെ ഓരോ മുനിസിപ്പാലിറ്റികളുടെയും ഒക്കെ തന്നെ ചുമതലകൾ അതിന് ബന്ധപ്പെട്ട നേതാക്കന്മാർക്കെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. അവരൊക്കെ തന്നെ അത് മാസങ്ങൾക്ക് മുമ്പേ തന്നെ പണികൾ നടത്തിയിട്ടുണ്ട്. അതിന്റെ ഒരു ഫലമാണ് നമ്മൾ ഈ കാണുന്ന ഈ എന്താ പറയുക ഒരു പ്രശ്നവുമില്ലാതെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്താൻ പറ്റിയെന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ. അതിന് കഴിഞ്ഞ 5-6 മാസം കൊണ്ട് നടക്കുന്ന അവരുടെ ഒരു എഫോർട്ടിന്റെ ഹാർഡ് വർക്കിന്റെ ഫലമാണത്. തിരുവനന്തപുരം കോർപ്പറേഷൻ K മുരളീധരനാണ്, കൊല്ലത്ത് മുൻ മന്ത്രി കൂടിയായ VS ശിവകുമാറിനാണ്, എറണാകുളത്ത് VD സതീശനാണ് പ്രതിപക്ഷ നേതാവ്, അദ്ദേഹത്തിന്റെ സ്വന്തം ജില്ലയാണ്. കോഴിക്കോട് നോക്കിക്കഴിഞ്ഞാൽ രമേശ് ചെന്നിത്തലയാണ്. അങ്ങനെ പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാർക്കെല്ലാം തന്നെ അതിന്റെ ചുമതല കൊടുത്ത് തൃശ്ശൂരിലെ റോജി M ജോണാണ്, യുവാവ് കൂടിയാണ്. അത്തരത്തിലെല്ലാം വലിയ രീതിയിൽ തന്നെ അവർ തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ട്. അതിന്റെ ആദ്യ പടിയായിട്ടാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം മുൻകൂട്ടി നടത്തുന്നു. ഒപ്പം തന്നെ മേയർ സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് നേരത്തെ പ്രഖ്യാപിക്കുന്നു. അതവർ തിരിച്ചറിഞ്ഞൊരു കാര്യമുണ്ട്. ഈ മേയർ സ്ഥാനാർത്ഥി ഇല്ലാതെ വെറുതെ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിട്ട് കഴിഞ്ഞാൽ
കഴിഞ്ഞ തവണത്തെക്കാട്ടിലും പരിതാപകരമായ അവസ്ഥയിലേക്ക് പോകും. നിങ്ങളെ നയിക്കാൻ തലസ്ഥാനത്തിന്റെ നാഥനാകാനായിട്ട് ഒരു ശബരിനാഥൻ ഉണ്ട് എന്ന് വിളിച്ചു പറയുകയാണ് അവർ ചെയ്യുന്നത്. അങ്ങനെ ശബരിനാഥനെ പോലെ ഒരാള് പൂർണ്ണമായിട്ട് ശബരിനാഥനാണ് എന്ന് പറയുന്നില്ലെങ്കിൽ പോലും ശബരിനാഥൻ ഉണ്ടാകും എന്ന് ഒരു മുരളീധരൻ ആ ഒരു വാർത്താ സമ്മേളനത്തിൽ പറയുന്നുണ്ട്. മറുവശത്ത് ജോൺസൺ ജോസഫിനെ പോലെ തലമുതിർന്ന നേതാക്കളുമുണ്ട്. അവരെയും പിണക്കാത്ത തരത്തിൽ അവരെയും കൈവിടില്ല എന്നുള്ള നിലയിലാണ് ആ ഒരു മേയർ സ്ഥാനത്തെ സംബന്ധിച്ച ഒരു പ്രഖ്യാപനം വരുന്നത്. അപ്പോൾ ശബരിനാഥനും ഒക്കെ വരുമ്പോൾ യുവാക്കൾക്കുണ്ടാകുന്ന ഒരു മാറ്റമുണ്ട്, അല്ലെങ്കിൽ അവർക്ക് ഒരു താല്പര്യമുണ്ട്. അത് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഈ ശബരിനാഥനെ യുവാക്കൾ മാത്രമല്ല, ഇപ്പൊ അതല്ലാത്തവർക്കും ഒരു യുവാവ് നമ്മളെ നയിക്കാനുണ്ട് പറയുന്നത് ഒരു ധൈര്യം തന്നെയാണ്. ശബരിനാഥനെ ഇപ്പം മുൻ MLA ഒക്കെ ആയിരുന്നല്ലോ, ശബരിനാഥനെ കോർപ്പറേഷനിലേക്ക് ഇറക്കിയതിൽ ശബരിനാഥനെക്കാട്ടിൽ ഇപ്പോൾ കരയുന്നത്, നെഞ്ചത്തടിച്ച് കരയന്തി പറയുന്ന CPM-കാരും അണികളും ഒക്കെ, അവരുടെ അണികളും ഒക്കെയാണ്. പലരും കരയുകയാണ്. അപ്പൊ CPM-ന്റെ അവിടുത്തെ ജില്ലാ സെക്രട്ടറി വി ജോയ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്ക് കൊടുത്തപ്പോൾ ശബരിനാഥന് വന്നത് വലിയ കാര്യമാണെന്നൊക്കെ ആദ്യം പറയുന്നുണ്ട്. പിന്നീട് അദ്ദേഹം പറയുന്നുണ്ട്, സത്യത്തിൽ ശബരിനാഥനെ ഒതുക്കുകയാണ് ചെയ്തത് കേട്ടോ. അങ്ങനെ ശബരിനാഥനെ അനുകൂലിക്കുന്നവർക്ക് അങ്ങനെ ഒരു വലിയ വികാരമുണ്ട്. കാരണം അദ്ദേഹം ഭാവിയുള്ള ഒരു നേതാവായിരുന്നു. അപ്പോൾ അരുവിക്കര നിൽക്കേണ്ടതായിരുന്നു, അവിടെ ജയിക്കുമെന്നൊക്കെയാണ് അവർ തന്നെ പറയുന്നത്. അത്തരം ഒരാളെ ഇങ്ങനെ ഒതുക്കി കളഞ്ഞത് ശരിയായില്ല എന്ന തരത്തിലൊക്കെ തന്നെ ശബരിനാഥിന് വേണ്ടി പൂങ്കണ്ണീര് ഒഴുക്കുകയാണ് നേതാക്കന്മാരെല്ലാം ചെയ്യുന്നത്. അതിന് നമ്മുടെ കഴക്കൂട്ടത്തെ മുൻ സ്ഥാനാർത്ഥിയൊക്കെ ആയിരുന്ന SS ലാൽ, കോൺഗ്രസിന്റെ പ്രൊഫഷണൽ കോൺഗ്രസിന്റെ ഒക്കെ നേതാവാണ് അദ്ദേഹം, നല്ലൊരു മറുപടി ഫേസ്ബുക്ക് പോസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തില് ഇവര് വലിയ രീതിയിൽ ഒരു വെപ്രാളപ്പെട്ടിട്ടുണ്ട്. CPM-കാര് അവരുടെ പാർട്ടിയിൽ ഒരു മരുമകന് വേണ്ടിയിട്ട് ആരെയെല്ലാം ഒതുക്കി എന്നുള്ള കാര്യം അവർ അതിനുശേഷം കോൺഗ്രസിലെ ഒതുക്കലിനെ കുറിച്ച് അവർ ആലോചിച്ചാൽ മതി. അത് അവരുടെ ഒരു തന്ത്രത്തിന്റെ ഭാഗമാണ്. അപ്പൊ എന്തായാലും ഇന്നലത്തെ ആ ജില്ലാ സെക്രട്ടറിയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് അവരെത്രത്തോളം അങ്കലാപ്പിലാണ്. കാരണം ഇവര് പ്രതീക്ഷിച്ചില്ല കോൺഗ്രസിനെ പോലൊരു പാർട്ടി ഇത്തരത്തിൽ, BJP പിന്നെയും നേരത്തെ പ്രഖ്യാപിച്ചാൽ അവര് അക്സെപ്റ്റ് ചെയ്തേനെ. കോൺഗ്രസ് തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ, തെരഞ്ഞെടുപ്പിലപ്പോൾ ഒരു പക്ഷേ അടുത്ത ആഴ്ചയായിരിക്കും പ്രഖ്യാപിക്കുക സംസ്ഥാനത്ത് നിയമസഭ തദ്ദേശ തെരഞ്ഞെടുപ്പ്. അപ്പോൾ അതിന്റെ ഒരു സൂചനയും ഇല്ലാത്ത സമയത്ത് തന്നെ കോൺഗ്രസ് ഒരു എന്താ പറയുക, എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് കോർപ്പറേഷനിലെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുന്നു. അതിനകത്ത് പ്രമുഖരായിട്ടുള്ള നേതാക്കൾ വരുന്നു. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അവരെ ശരിക്കും ഒന്ന് അത് ട്രാപ്പിലാക്കിയിട്ടുണ്ട്. BJP-യെയും വലിയ രീതിയിൽ അതൊന്ന് പിടിച്ചുലച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ CPM-ല് അവരുടെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ ആരംഭിച്ച് ഏതാണ്ടൊക്കെ ഒരു രീതിയിലേക്ക് എത്തുന്നുണ്ട്. പ്രമുഖരെയും അവർ കളത്തിലിറക്കാൻ അവരും തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ മനസ്സിലാക്കുന്ന വാർത്തകൾ അനുസരിച്ച് ഏതാണ്ട് 3 ഏരിയ സെക്രട്ടറിമാരെ, പാളയത്തെയും ഒക്കെ തന്നെ ഏരിയ സെക്രട്ടറിമാരെ കളത്തിലേക്ക് ഇറക്കാം. അപ്പോൾ തന്നെ ജില്ലാ നേതാക്കളെ, ജില്ലാ കമ്മിറ്റിയിലെ പ്രമുഖരായിട്ടുള്ള നേതാക്കളെ ഉൾപ്പെടെ ഇറക്കിയാൽ മാത്രമേ അപ്പോൾ മത്സരമായി അവരെല്ലാം ഇറക്കാൻ CPM നിർബന്ധിതരായി. അതാണ് നേരത്തെ ആയിരുന്നെങ്കിൽ ഉള്ളവരെയൊക്കെ വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം എന്നുള്ള നിലയിൽ പോയെങ്കിൽ അത് പറ്റില്ല. നമുക്ക് ഇനിയിപ്പോൾ അതെ കളം പിടിക്കണമെങ്കിൽ മുതിർന്നവർ തന്നെ ഇറങ്ങണം, അല്ലാതെ കൊച്ചുപിള്ളേരെന്ന് വെച്ചിട്ട് പോയാൽ കാര്യം നടക്കത്തില്ല. അപ്പുറത്ത് നല്ലൊരു മത്സരം നടക്കാനുള്ള എല്ലാ സാധ്യതകളും ഒരു സ്റ്റേജ് അവിടെ കോൺഗ്രസ് തയ്യാറാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾക്ക് കൂടുതൽ വിജിലന്റായിട്ട് മുന്നോട്ട് പോകണം എന്ന ഒരു ചിന്ത CPM-ൽ വന്നിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് മുതിർന്ന നേതാക്കളെ ഉൾപ്പെടെ രംഗത്തിറക്കാൻ അവര് സന്നദ്ധമായിരിക്കുന്നത്. എന്തായാലും കോൺഗ്രസിന്റെ ഈ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഈ BJP-യെയും CPM-നെയും വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്, വലിയൊരു അങ്കലാപ്പിലാക്കിയിട്ടുണ്ട്. വലിയ വാലിന് തീപിടിച്ച പോലെ കിടന്ന് ഓടുകയാണ്. കോൺഗ്രസിന് എന്താണ് സംഭവിച്ചതെന്ന് അവർ തന്നെ ചിന്തിക്കുകയാണ്. അല്ല, ഈ BJP കുറച്ചുനാൾ മുന്നേ തന്നെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. രാജീവ് ചന്ദ്രശേഖർ അധ്യക്ഷനായതിനു ശേഷം അവർ എണ്ണം വരെ പറഞ്ഞിട്ടായിരുന്നു ഇത്ര സ്ഥാനാർത്ഥികൾ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് 2 കോർപ്പറേഷൻ എന്തായാലും പിടിക്കും എന്ന് പറഞ്ഞ് വളരെ സജീവമായി BJP രംഗത്തുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ അവിടെ പടലപ്പിണക്കങ്ങളും എല്ലാം കൗൺസിലറുടെ ആത്മഹത്യയൊക്കെ വലിയ രീതിയിൽ BJP പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. BJP സംബന്ധിച്ച് അവര് പ്രതീക്ഷ വെക്കുന്ന കേരളത്തിലെ 1ാമത്തെ കോർപ്പറേഷൻ എന്ന് പറയുന്നത് തിരുവനന്തപുരമാണ്. കാരണം അവർക്ക് നിലവിൽ 35 സീറ്റുകളുമായിട്ട് പ്രതിപക്ഷത്താണ്. CPM-നെ സംബന്ധിച്ച് LDF 55 സീറ്റുകളുമായിട്ട് അവര് ഭരണത്തിലിരിക്കുകയാണ്. അതുകൊണ്ട് അവരെ സംബന്ധിച്ച് ഭരണം നിലനിർത്തുക, മറ്റവരെ സംബന്ധിച്ച് ഭരണത്തിലേക്ക് വരിക എന്നുള്ള വലിയൊരു പ്രതിസന്ധി അല്ലെങ്കിൽ അത്തരം ഒരു സമ്മർദ്ദം അവർക്കുണ്ട്. അതിന്റെ രീതിയിൽ അവർ മുന്നോട്ട് പോവുകയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് 10 സീറ്റുകളാണ്. കോൺഗ്രസിന് 8ഉം UDF-ന് 10ഉമാണുള്ളത്. അവിടെ നിന്നുമാണ് കോൺഗ്രസ് ഒരു കുതിച്ചുചാട്ടം നടത്തേണ്ടത്. അതിന്റെ ഭാഗമായിട്ടാണ് അവർ കഴിഞ്ഞ 6 മാസമായിട്ട് നടത്തുന്ന വർക്ക്, താഴെത്തട്ടിൽ നിന്നുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. പ്രചരണ പരിപാടികൾ ഇതിനോടൊപ്പം തന്നെ കോൺഗ്രസ് മറ്റു പാർട്ടികൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുമ്പോഴേക്കും കോൺഗ്രസ് 1-2 റൗണ്ട് പ്രചരണങ്ങൾ അവിടെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടത്തി കഴിയാൻ അവർക്ക് സാധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇന്നലെ കഴിഞ്ഞ ദിവസം ഒപ്പം തന്നെ മുരളീധരന്റെ ജനകീയ വിചാരണ യാത്ര എന്ന് പറഞ്ഞൊരു യാത്ര കോർപ്പറേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ദിവസവും വൈകുന്നേരം നടക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ വളരെ എന്താ പറയുക മുൻപോട്ട്
വളരെയധികം ബഹുദൂരം മുന്നിൽ എന്നുള്ള നിലയിൽ കോൺഗ്രസിന്റെ പ്രചരണ പരിപാടി തിരുവനന്തപുരം കോർപ്പറേഷനിൽ പോവുകയാണ്. തുടങ്ങിയ ഒരു പ്രതീതിയാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് അത് എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ കഴിയും. കൊല്ലത്ത് 13 കോർപ്പറേഷൻ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മേയർ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചു. കൊച്ചിയിലേക്ക് വരുമ്പോൾ അവിടെയും സ്ഥാനാർത്ഥികളുടെ ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. മേയറായിട്ട് വനിതകൾക്കാണ് ഇത്തവണ കൊച്ചിയിലെ കോർപ്പറേഷൻ മേയർ പദവി സംവരണം ചെയ്തിരിക്കുന്നത്. അവിടെ ദീപ്തി മേരി വർഗീസിനെ പോലെയുള്ള മിനി നായരെ പോലെയുള്ളവരുടെയൊക്കെ പേരുകൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അത്തരത്തിൽ എല്ലായിടത്തും അത് കോഴിക്കോടും സമാനമായ രീതിയിൽ ഏകദേശ ധാരണയിലേക്ക് എത്തിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഇന്നോ നാളെ ഉൾപ്പെടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അവിടെയൊക്കെ തന്നെ ഈ പറയുന്ന കോൺഗ്രസിന്റെ ഒരു മുന്നോട്ട് പോക്ക് ഈ പറയുന്ന പാർട്ടികൾക്ക് വലിയ രീതിയിലൊരു പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് വ്യക്തമാണ്. അവര് കോൺഗ്രസിന്റെ ഒരു എന്താ പറയുക ഊർജ്ജസ്വലതയിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു മുന്നൊരുക്കത്തില് അങ്കലാപ്പിൽ തന്നെയാണ്. അതിന്റെ ഒരു ഭാഗമായിട്ടാണ് നമുക്ക് തിരുവനന്തപുരത്തെ CPM-ന്റെ പെട്ടെന്ന് കോൺഗ്രസ് ഇതെല്ലാം ചെയ്തു കഴിഞ്ഞപ്പോഴാണ് തെടുലമായിട്ട് അവർ ഇന്ന് യോഗം ചേരുകയും അതിനുള്ള സ്ഥാനാർത്ഥികളുടെ ചർച്ചകളിലേക്കും ഉൾപ്പെടെ കടന്ന് പ്രമുഖരെ തന്നെ ഇറക്കാമെന്നുള്ള തീരുമാനത്തിലേക്ക് വരുന്നത്. BJP-യും ഇനിയിപ്പോൾ ഉടനെ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപന ചർച്ചകളിലേക്ക് കടക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സംസ്ഥാന അധ്യക്ഷന്റെ നേതൃത്വത്തിൽ അവിടെ പദയാത്ര ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അവരെ സംബന്ധിച്ച് അവിടെ നേരത്തെ പറഞ്ഞ പോലെ തിരുമല അനിലിന്റെ ഒരു ആത്മഹത്യ വലിയ രീതിയിൽ കോളിളക്കം സൃഷ്ടിച്ചു. പാർട്ടിക്കുള്ളിൽ തന്നെ അത് അന്തഛിദ്രത്തിന് വഴിവെച്ചിട്ടുണ്ട്. ഒപ്പം തന്നെയാണ് മുൻ വക്താവ് കൂടിയായ പ്രമുഖ നേതാവ് MS കുമാറിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നു. സമാനമായ രീതിയിൽ താനും വഞ്ചിക്കപ്പെട്ടു. അത് BJP നേതാക്കളും അല്ലെങ്കിൽ BJP പ്രവർത്തകരും തന്നെയാണ് ഈ വായ്പകളെല്ലാം എടുത്ത് തങ്ങളെ ചതിച്ചതെന്നാണ് അദ്ദേഹം പറയുന്നത്. അല്ല, അത് മാത്രമല്ല, ഈ BJP-ക്കുള്ളിൽ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷം BJP-യിൽ വലിയ രീതിയിലുള്ള ഗ്രൂപ്പ് കളികളും സമവാക്യങ്ങളും ഉണ്ടായിരുന്നു എന്ന് നമ്മൾ റിപ്പോർട്ടുകൾ ശ്രദ്ധിച്ചിരുന്നു. പക്ഷേ രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷം ഗ്രൂപ്പുകൾക്ക് അതീതമായി BJP-യെ ഏകീകരിക്കും എന്നുള്ള ഒരു പ്രചരണങ്ങൾ ഉണ്ടായിരുന്നു എങ്കിലും പല മേഖലകളിലും മറ്റൊരു ഗ്രൂപ്പ് രൂപീകരിക്കപ്പെട്ടു എന്നും റിപ്പോർട്ടുകളുണ്ട്. പല ഗ്രൂപ്പുകളായിരുന്നു. നേരത്തെ 1-2 ഗ്രൂപ്പുകളായിരുന്നെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷം പുതിയൊരു ഗ്രൂപ്പ് അവഗണിക്കപ്പെടുന്ന എല്ലാവരും ഓരോരോ ഗ്രൂപ്പുകളായിട്ട് മാറുന്ന ഒരു കാഴ്ച. കാരണം രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ച് അറിയാമല്ലോ, കേരളത്തിൽ ഇത്രയും നാളും കിടന്ന് പാർട്ടിക്ക് വേണ്ടി പണിയെടുത്ത ആൾക്കാരെ എല്ലാം അവഗണിച്ചിട്ടൊരു കർണാടകയിലുള്ള ഒരു നേതാവിനെ കൊണ്ടുവന്ന് സംസ്ഥാനത്ത് കെട്ടിയിറക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോയത് പാർട്ടിയിലെ പ്രമുഖരായിട്ടുള്ള നേതാക്കൾക്ക് പോലും അത് ദഹിച്ചിട്ടില്ല. അപ്പോൾ പിന്നെ അണികളുടെ കാര്യം പറയേണ്ടതില്ല. അത്രത്തോളം അദ്ദേഹത്തിന് പാർട്ടി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ളതിന്റെ ഒരു എന്താ പറയുക ഒരു ദിശാസൂചിക ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് നൽകും. എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിന്റെ ഒരു നീക്കം അത് BJP-യെയും CPM-നെയും വലിയ രീതിയിൽ ഒന്ന് ഉലച്ചിട്ടുണ്ട്. അവര് ശരിക്കും കോൺഗ്രസിന്റെ ഈ തന്ത്രത്തിന് മുന്നിലൊന്ന് പതറി നിൽക്കുകയാണ്.